നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ബിസിനസ്സുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഏതൊരു ബിസിനസ് വ്യക്തിക്കും ബിസിനസ് മുന്നോട്ട് പോകുമ്പോഴേക്കും ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ഒരു നെസസിറ്റി ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും, ഏതൊരു സമയത്തും. സോ നല്ല രീതിയിൽ ബിസിനസ് പോകുമ്പോൾ പോലും തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസീസ്, ഫണ്ട് എമർജൻസീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു വേ എന്ന് പറയുന്നത് ലോൺ നോക്കുക, അല്ലെങ്കിൽ തന്നെ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് പണയം വെച്ച് ലോൺ എടുക്കുക, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. സോ നമ്മുടെ ബിസിനസ് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ബിസിനസ് പേഴ്സൺ എന്നുള്ള നിലയിൽ നമുക്ക് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഫണ്ട് റേസിങ് പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ നമുക്ക് പ്രധാന ടോപ്പിക്. അതിൽ എല്ലാ ടൈപ്പ് ഓഫ് ഫണ്ട് സോഴ്സും അല്ല ഞാനിന്ന് ഇവിടെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ പങ്ക്തിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് ഓഡി അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും. ഏകദേശം ഒരേ നേച്ചറിൽ വരുന്നതാണ് ഈ ബാങ്ക് ഓഡിയും ക്യാഷ് ക്രെഡിറ്റും. പക്ഷേ ചില ഫീച്ചേഴ്സ് കാരണം അതിന് അതിൻ്റെതായ വ്യത്യസ്തങ്ങളുണ്ട്. മാത്രമല്ല, ബാങ്ക് ഓഡി എന്ന് പറയുന്നത് ഒരു ബിസിനസ് പേഴ്സണും അവൈൽ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സാധാരണക്കാരനും നമുക്ക് ബാങ്ക് ഓഡി നമുക്ക് അവൈൽ ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് ഒരു ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സുകാരന് മാത്രമേ അവൈലബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താണ് ബാങ്ക് ഓഡി? നമുക്ക് ബാങ്ക് ഓഡിയെക്കുറിച്ച് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. ബാങ്ക് ഓഡി എന്ന് പറയുമ്പോഴേക്കും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള ടേം തന്നെയാണ് പറയുന്നത്. നമ്മളിലുള്ള കറണ്ട് കപ്പാസിറ്റിക്ക് മേളിൽ എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്, ബാങ്ക് ഓഡി അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ്. സോ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ നമുക്ക് ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്കൊരു ലിമിറ്റ് എമൗണ്ട് നമുക്ക് ഓൾറെഡി ഉണ്ടാവാം. ഇതിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് വരെ അഡീഷണലായിട്ട് നമുക്ക് ഫണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി നമുക്ക് അങ്ങനെയാണ് അവർ തരുന്നത്, ബാങ്ക് ഓഡിയിൽ തരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയാണ് ബാങ്ക് ബാലൻസ്. ഇന്നത്തെ ബാങ്ക് ബാലൻസ് 1 ലക്ഷം രൂപയാണ്. സോ ഓരോ ബാങ്കിങ്ങിനും ഓരോ നേച്ചറാണ്. ചില ബാങ്കുകൾ തരുന്നത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഓഡി എന്നാണ്, ചില ബാങ്കുകൾ തരുന്നത് ഇത്ര രൂപ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ രണ്ട് നമുക്ക് നോക്കാം. അപ്പം 1 ലക്ഷം രൂപയാണ് നമ്മുടെ ബാങ്കിലെ ഇന്നത്തെ ബാലൻസ്. സോ നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസിക്ക് നമുക്ക് അഡീഷണലായിട്ട് നമുക്കൊരു 2 lakhs റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. സോ ബാങ്ക് പറയുകയാണ് നിങ്ങളുടെ ബാങ്ക് ബാലൻസിൻ്റെ 100% വരെ നിങ്ങൾക്ക് അഡീഷണൽ എമൗണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 200% വരെ അഡീഷണൽ എമൗണ്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ 100% എന്ന് വയ്ക്കുക. 100% വരുമ്പോഴേക്കും 1 ലക്ഷം രൂപയുടെ 100% വരുമ്പോഴേക്കും 1 ലക്ഷം രൂപ തന്നെയാണ്. അപ്പോൾ നമുക്ക് നിൽക്കുന്ന 1 ലക്ഷത്തിന് രൂപയ്ക്കും അഡീഷണലായിട്ട് 1 ലക്ഷം രൂപയും കൂടെ നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യാം. സോ ഇതാണ് ഓവർ ഡ്രാഫ്റ്റ്, ഓവർ ദ ലിമിറ്റ്. അപ്പോൾ 1 ലക്ഷം രൂപയാണ് നമ്മളിൽ ഉണ്ടായിരുന്നത്. ഈ 1 ലക്ഷം രൂപയ്ക്കും അഡീഷണലായിട്ട് 1 ലക്ഷം രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എമൗണ്ട് യൂസ് ചെയ്യാൻ കഴിയും. ഇനി ചില ബാങ്കുകൾ പറയുന്നത് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഓടി, അല്ലെങ്കിൽ 8 ലക്ഷം രൂപയുടെ ഓടി, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഓടി അവൈൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും 10 ലക്ഷം രൂപ വരെ നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. സോ ബാങ്ക് ഓഡി ഇങ്ങനെയാണ് പൊതുവേ വർക്കൗട്ട് ആവുന്നത്. സോ ബാങ്ക് ഓഡിയിൽ നമുക്ക് ഷോർട്ട് ടേം ലോണാണ് ആക്ച്വലി ഒരു എമർജൻസീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സിനായാലും ഇൻഡിവിജ്വലിനായാലും ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ബാങ്ക് ഓഡി. നമ്മൾ ഇൻഡിവിജ്വൽസിൽ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്നവർക്ക് ബാങ്ക് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ബാങ്ക് ഓഡി. സാർ നിങ്ങൾക്കിപ്പം FDയിൽ നിന്നും നിങ്ങൾക്ക് ബാങ്ക് ഓഡി എടുക്കാം, അല്ലെങ്കിൽ ലോൺ എടുക്കാം. എങ്ങനെയാണ്? എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് നിങ്ങൾക്ക് ലോൺ എടുക്കാം. സോ ഇത് ഓൾറെഡി നമ്മളൊരു ഫണ്ട് അവിടെ വെച്ചിട്ടുണ്ട്, ആ ഫണ്ടിന് അഗെയിൻസ്റ്റ് നമുക്ക് ലോൺ തന്നെ എടുക്കാം, FD ബ്രേക്ക് ചെയ്യേണ്ട. ഇങ്ങനെ നമുക്ക് ഫെസിലിറ്റീസ് ഇൻഡിവിജ്വൽസിന് അറിയാമായിരിക്കും. സോ ഇത് തന്നെയാണ് ഒരു ബിസിനസ് വ്യക്തിക്ക് ബാങ്ക് ഓഡിയിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ എക്സിസ്റ്റിംഗ് ക്യാഷ് ലിമിറ്റിൽ നിന്നും എക്സീഡ് ചെയ്തും കൊണ്ട് ഇത്ര രൂപ വരെ നമുക്ക് ഫണ്ട് യൂസ് ചെയ്യാം. എമർജൻസി സിറ്റുവേഷൻസാണ് നമുക്ക് ഇത് എപ്പോഴും ഹെൽപ്ഫുൾ ആവുന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു പർച്ചേസ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് തികയാതിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ലോൺ എടുക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നോർമലി ഒരു ക്യാഷ് ക്രെഡിറ്റിനോ ഒരു ബിസിനസ് ടേം ലോണിനെക്കാട്ടിലോ കൂടുതലായിരിക്കും ബാങ്ക് ഓഡിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് വരിക. മാത്രമല്ല ഡെയിലി ബേസിസിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ എന്ന് തുക എടുക്കുന്നുവോ അന്ന് തൊട്ട് ഡെയിലി ബേസിസിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് തിരിച്ച് റീപേയ്മെൻറ്റ് വരുന്ന സാഹചര്യത്തിൽ, ഈ പറഞ്ഞ തുക നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ടൈം ഫ്രെയിം എന്നുള്ളതല്ല, ഒരു ലിമിറ്റ് ഉണ്ടാവും. ടൈം ഒരു 3 മാസത്തിനകത്ത് നിങ്ങൾ തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ 2 മാസത്തിനകത്ത് ഈ പറഞ്ഞ തുക തിരിച്ചടച്ചടയ്ക്കണം. തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൂടെ പ്രൊപ്പോർഷനേറ്റ് മാറും. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസും കൂടെ ബാങ്ക് ഓഡിയിൽ നമുക്ക് വരാറുണ്ട്. സോ ഇതിനെപ്പോഴും ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. ബാങ്ക് നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റ് തരാറുണ്ട്. ഈ ലിമിറ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റാറില്ല. പൊതുവേ കൊളാട്രൽ ഫ്രീ ആണ് ബാങ്ക് ഓഡി എന്ന് പറയാറുണ്ടെങ്കിലും ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും കൊളാട്രൽ വയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട് പലപ്പോഴും. നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ തന്നെയായിരിക്കും അവർ കൺസിഡർ ചെയ്യുക. നമ്മുടെ ഓവറോൾ ബിസിനസ് ടേൺ ഓവറും ബിസിനസ് പെർഫോമൻസും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഒരു വാല്യൂഷനൊക്കെ ബേസിസ് തന്നെയായിരിക്കും ഓഡിയും റിലീസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അസറ്റായിട്ട് എന്തെങ്കിലും നമ്മൾ പണയം വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓടി നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. നോർമലി കൊളാട്രൽ ഫ്രീ ആണെന്ന് പറയുമെങ്കിലും
ഇപ്പോഴത്തെ കറണ്ട് ബാങ്കിങ് കണ്ടീഷൻസിൽ അവർ കൊലാട്രൽ ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ക്യാഷ് ക്രെഡിറ്റിലോട്ട് പോകാം. എന്താണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ? ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഇതിനു വേണ്ടി തന്നെ ബാങ്ക് അലോക്കേറ്റ് ചെയ്യും, ലോൺ പോലെ. ഇപ്പോൾ ബാങ്ക് ഓടിക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ബാങ്ക് അക്കൗണ്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. 1 ലക്ഷം രൂപ നമുക്ക് അഡീഷണൽ യൂസ് ചെയ്യാമെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ബാങ്ക് അക്കൗണ്ടിലൂടെ തന്നെ നമുക്ക് ആ 1 ലക്ഷം രൂപ അഡീഷണൽ അവൈൽ ചെയ്യാം. അതിൽ തന്നെ നമുക്ക് തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴേക്കും ഈ പറഞ്ഞ തുക നമുക്ക് ലോൺ നമുക്ക് മാറും. പക്ഷേ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സെപ്പറേറ്റ് ഒരു ലോൺ അക്കൗണ്ട് ഉണ്ടാവും. ഈ പറയുന്ന തുക എത്ര തന്നെ ആണെങ്കിലും നമുക്ക് ചിലപ്പം 10 ലക്ഷത്തിൻ്റെ CC ആയിരിക്കും നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഈ 10 ലക്ഷം സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിലായിരിക്കും അവർ നമുക്ക് തന്നിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും ആവശ്യം അനുസരിച്ച് നമുക്ക് തുക എടുക്കാം. നമുക്ക് ഇന്നൊരു ആവശ്യമുണ്ട്, 1 ലക്ഷം രൂപയായിരിക്കും നമുക്ക് ആവശ്യം. ആ ആവശ്യം എടുക്കുന്നത് എത്രയാണ്? 1 ലക്ഷം രൂപയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ 1 ലക്ഷം രൂപയ്ക്കുള്ള ഇൻട്രസ്റ്റ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതായി വരത്തുള്ളൂ. 10 ലക്ഷം രൂപ നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാവും, പക്ഷേ നമുക്ക് 1 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി. ഇതാണ് ക്യാഷ് ക്രെഡിറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം നമ്മൾ ബാങ്ക് ഓടിയിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു ലിമിറ്റ്, ക്രെഡിറ്റ് ലിമിറ്റ് പറയുമെങ്കിലും ഇത്ര ശതമാനം വരെ നമുക്ക് പോവും. ആ പറഞ്ഞ തുകയ്ക്ക് അവരെന്തായാലും എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് പറ്റത്തില്ല. ലിമിറ്റിന് എഗെയിൻസ്റ്റ് ആണ്, നമ്മൾ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുമാണ്. നേരെ മറിച്ച് ക്യാഷ് ക്രെഡിറ്റ് സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ടിലാണ് കിടക്കുന്നത്, സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിൽ തന്നെയാണ് കിടക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എത്ര തുക നമ്മൾ യൂസ് ചെയ്യുന്നു, ഡ്രോ ചെയ്യുന്നു, അതിന് എഗെയിൻസ്റ്റ് മാത്രമേ ഇൻട്രസ്റ്റ് പോവുകയുള്ളൂ. അത് നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ ബാങ്ക് ഓടിയെക്കാട്ടിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് ക്യാഷ് ക്രെഡിറ്റിന്. ഇത് വർക്കിംഗ് നേച്ചറായിട്ട്, അതായത് നമ്മുടെ ക്യാപിറ്റൽ വർക്കിംഗ് നേച്ചറാണ്, വർക്കിംഗ് ക്യാപിറ്റലായിട്ടാണ് എപ്പോഴും ഈ പറയുന്ന ക്യാഷ് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട്, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന്, സാലറി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട്, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് യൂസ്ഫുൾ ആവും? ക്യാഷ് ക്രെഡിറ്റ് യൂസ്ഫുൾ ആവും. ക്യാഷ് ക്രെഡിറ്റ് കൊളാട്രൽ വേണം. നമുക്കൊരു സെക്യൂരിറ്റി കൊടുത്താൽ മാത്രമേ ക്യാഷ് ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ. പൊതുവേ ക്യാഷ് ക്രെഡിറ്റിന് കൊളാട്രലായിട്ട് ബാങ്കുകൾ സ്വീകരിക്കുന്നത് കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്റ്റോക്കുകളാണ്. നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുമ്പോഴേക്കും റോ മെറ്റീരിയൽ, നമ്മുടെ എന്താണോ പ്രോഡക്റ്റ്, വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എന്താണോ അതിൻ്റെ സ്റ്റോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ വാല്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാഷ് ക്രെഡിറ്റ് ബാങ്കുകാർ വാല്യൂഷൻ ചെയ്യുന്നത്. ഇതിന് പുറമെ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂഷൻ, ഓവറോൾ ബിസിനസ് പെർഫോമൻസിൻ്റെ വാല്യൂഷൻസ് എല്ലാം തന്നെ ബാങ്ക് കൺസിഡർ ചെയ്യും. ഈ പറയുന്ന ബിസിനസ്സിന് നല്ലൊരു, അതായത് വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഓണറിനോ അല്ലെങ്കിൽ ബിസിനസ്സിന് ഓവറോൾ ക്രെഡിറ്റ് സ്കോറും നല്ല രീതിയിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ബാങ്ക് അവൈൽ ചെയ്യുകയുള്ളൂ. ക്യാഷ് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നതിന് ക്രെഡിറ്റ് സ്കോർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാത്രമല്ല നമുക്ക് നമ്മുടെ ബിസിനസ് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ ബിസിനസ് പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് ക്രെഡിറ്റിൻ്റെ ലിമിറ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷം ആക്കാം, 30 ലക്ഷം ആക്കാം, എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതിനൊരു നമ്മുടെ ബിസിനസ്സിൻ്റെ ഓവറോൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നന്നായിരുന്നാൽ മാത്രം മതി. സോ ഇതാണ് മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ്. അതിൽ സിബിൽ സ്കോർ ഞാൻ പറഞ്ഞല്ലോ, ക്രെഡിറ്റ് സ്കോർ മാൻഡേറ്ററി ആണ് നമുക്ക് ക്യാഷ് ക്രെഡിറ്റിൽ. ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നേച്ചറാണ് എപ്പോഴും ക്യാഷ് ക്രെഡിറ്റിൽ വരിക. ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാലറി കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് പുതിയ പ്രോഡക്റ്റ്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനൊക്കെ എല്ലാം തന്നെയും ക്യാഷ് ക്രെഡിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. കുറച്ചൊരു വലിയൊരു ലിമിറ്റ്, നമ്മൾ ബാങ്ക് ഓടിയേക്കാളും ലിമിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും ക്യാഷ് ക്രെഡിറ്റിന്. അപ്പം ബിസിനസ്സിന് കൂടുതൽ യൂസ്ഫുള്ള് ക്യാഷ് ക്രെഡിറ്റ്. നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡ് എല്ലാം ക്ലിയർ ആണ്, നമുക്ക് നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി വാല്യൂഷൻ ഉണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്യാഷ് ക്രെഡിറ്റാണ് ബിസിനസ്സിന് നല്ലത്. എന്നാൽ ഷോർട്ട് ടേം ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഫണ്ട് വേണം, ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് നമ്മുടെ എമർജൻസി റിക്വയർമെൻറ്റ് എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബാങ്ക് ഓടിയാണ്. ക്യാഷ് ക്രെഡിറ്റിന് പിന്നെ നമുക്ക് റീപേയ്മെൻറ്റ് പീരീഡ് ഉണ്ട്. 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ നമുക്ക് അടച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള ചില അലവൻസുകൾ നമുക്ക് ക്യാഷ് ക്രെഡിറ്റിലുണ്ട്. പക്ഷേ ബാങ്ക് ഓടിയിൽ അങ്ങനെ തന്നെ ആയിരിക്കില്ല. നമുക്കതിന് ഒരു നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇപ്പം ചിലപ്പം 3 മാസമായിരിക്കും, ചിലപ്പോൾ 45 ഡേയ്സ് ആയിരിക്കും. നമ്മൾ ക്രെഡിറ്റ് കാർഡിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് 45 ദിവസത്തിനകത്ത് നിങ്ങൾ തിരിച്ച് ഓടി എമൗണ്ട് തിരിച്ചടച്ചിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻസ് ആയിരിക്കും വയ്ക്കുക. അപ്പം നമുക്ക് റീപേയ്മെൻറ്റ് ലിമിറ്റ് അല്ലെങ്കിൽ ടൈം ഫ്രെയിം കുറവാണ് ബാങ്ക് ഓടിക്ക്. ക്യാഷ് ക്രെഡിറ്റിന് അങ്ങനെയല്ല. ബേസ്ഡ് ഓൺ ദി മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് നമുക്ക് ബാങ്ക് അലോക്കേറ്റ് ചെയ്യാറുണ്ട്. സോ ബാങ്ക് ഓടിയാണോ ക്യാഷ് ക്രെഡിറ്റ് ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസിനനുസരിച്ചായിരിക്കും എപ്പോഴും നമുക്ക് ബാങ്ക് ഓടിയാണോ ക്യാഷ് ക്രെഡിറ്റ് ആണോ നല്ലതെന്നുള്ളത് തീരുമാനിക്കുക. ഒരു ഷോർട്ട് ടേം നമുക്കൊരു 20 മുതൽ 45 ദിവസത്തിനകത്ത് നമുക്ക് ഫണ്ട് തിരിച്ചിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബിസിനസ് നേച്ചറാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ഓടി യൂസ്ഫുള്ളാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഉപയോഗിക്കുന്ന ഫണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ പറ്റില്ല, കുറച്ച് കാലം എടുത്തേ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എപ്പോഴും ക്യാഷ് ക്രെഡിറ്റാണ് നല്ലത്. പിന്നെ ലിമിറ്റ് കൂടുതൽ കിട്ടുന്നത് ക്യാഷ് ക്രെഡിറ്റിനാണ്. സോ എല്ലാ ബിസിനസ്സുകാർക്കും ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു പങ്ക്തിയായിട്ട് നമുക്ക് അടുത്ത് കാണാം. വീണ്ടും താങ്ക് യു.